ഇതാണ് ഇന്ത്യന്റെ ലാസ്റ്റ് വില്ലേജ് ചിത്കുൽ. ഹായ് ഗൈസ്, ഞാൻ അക്തർ. പഞ്ചാബ് മുതൽ സ്പിറ്റി വരെയുള്ള എന്റെ ട്രാവൽ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഞാനിന്ന് പോകുന്നത് ഇൻഡോ ടിബറ്റൻ ബോർഡറിൽ ഇന്ത്യന്റെ ലാസ്റ്റ് വില്ലേജ് ആയ ചിത്കുലിലേക്കാണ്. ഇന്ന് എങ്ങനെയെങ്കിലും ചിത്കുൽ കണ്ടിട്ട് നേരെ താഴോട്ട് ഇറങ്ങി റെക്കോംബോ ഓടിക്കണം. അതുകൊണ്ട് തന്നെ നേരത്തെ എണീച്ച് പരിപാടിയൊക്കെ വെച്ച് ഇവിടെ സാംഗ്ലിൽ 7 ആകുമ്പോഴത്തേക്ക് സൂര്യൻ വന്നത് ക്ലൈമറ്റ് -1 പൂയത്തിലേക്ക് എത്താൻ 9 വരെ കാത്തു കിട്ടുന്നു. സാമാനങ്ങളൊക്കെ തീയതി ഏൽപ്പിച്ച് ഞങ്ങൾ വണ്ടിയായിട്ട് ഇറങ്ങി. മഴയും തണുപ്പ് കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഇതിന് താങ്ങാൻ പറ്റിയതാണറിയില്ല. ഈ പണ്ടാർ എന്ത് കളിച്ചിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. പിന്നെ ഒരു അരമണിക്കൂറിന്റെ മുകളിൽ വെയിലത്ത് ചൂടാക്കിയാണ് ഈ സാധനം സ്റ്റാർട്ടായി കിട്ടി. ഇവിടുന്ന് ഏകദേശം 25 കിലോമീറ്റർ, ഒരു മണിക്കൂറിന്റെ മുകളുണ്ട് ചിത്കുലിലേക്ക്, കംപ്ലീറ്റ് ഓഫ് റോഡും. ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ആയപ്പോൾ രക്ഷം എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിൽ വിന്റർ ആകുമ്പോൾ സ്നോ വന്ന് മൂടിയിട്ട് ചിത്കുലുള്ളവരൊക്കെ ഐസൊലേറ്റഡ് ആവും. ആ സമയത്ത് അവിടെ ഉള്ളവരൊക്കെ ഇവിടെ വന്നിട്ടാ താമസിക്കല്. അവിടുന്ന് പിന്നെ ഒരു 10-12 കിലോമീറ്റർ ഓടിയപ്പോൾ ചിത്കുൽ എത്താനായി. ഇവിടെ സ്റ്റേ ചെയ്യാൻ അത്യാവശ്യം ഹോട്ടൽസും ഹോംസ്റ്റേസ് ഒക്കെ ഉണ്ട്. പക്ഷേ ലിമിറ്റഡ് ആയതുകൊണ്ട് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. സ്റ്റേ സാംഗ്ലെ തന്നെ ആക്കില്ല ബെറ്റർ എൻ്റെ ഒരു ഇത്. ചിത്കുൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ ഒരു സൈൻ ബോർഡ് ഉണ്ടാവും. ഏകദേശം സീ ലെവലിൽ നിന്ന് 11,320 ഫീറ്റ് മുകളിലാണിത്. അവിടെ നിന്നാണ് രാഹുൽ സുബ്രഹ്മണ്യത്തിനെ പരിചയപ്പെട്ട്. കൊല്ലംകാര ഫാമിലി ആയിട്ട് സ്നോ കാണാൻ വേണ്ടി താറോക്സ് ആയിട്ട് ഇറങ്ങി 10 ദിവസമായി. ഇവിടുന്ന് സ്നോ ഇട്ട് സ്പിറ്റി വഴി മണാലിക്ക് പോവാണ്. ചിത്കുൽ എത്തിയപ്പോഴത്തേക്ക് ചുറ്റും ഹിമാലയായി. അവിടുന്ന് 2 കിലോമീറ്റർ കൂടി പോയപ്പോൾ ഇൻഡോ ടിബറ്റൻ ബോർഡർ എത്തി. ബാക്കി വീഡിയോ ചിത്കുലിന്റെ ഉൾഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി. അപ്പൊ ശരി.